നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദളപതി വിജയ്ക്ക് 51 വയസ്സ് തികയാണ്. ബാലനടനായി തുടങ്ങി നായകനായി സൂപ്പർ സ്റ്റാറായി എല്ലാവരുടെയും പ്രിയപ്പെട്ട ദളപതിയായി ഏകദേശം ഒരു 40 വർഷമായി വിജയ് അഭിനയ രംഗത്തേക്ക് എത്തിയിട്ട്. നമുക്കറിയാം തമിഴ്നാട്ടിലെ പോലെ തന്നെ വിജയുടെ സിനിമകളൊക്കെ ഇവിടെയും ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ വിജയുടെ കാതലിക്ക് മര്യാദ, തുള്ളാത മനവും തുള്ളും, കുഷി, തിരുമലൈ, തിരുപ്പാച്ചി, ഗില്ലി, പോക്കിരി, തുപ്പാക്കി തുടങ്ങി ഇപ്പോൾ ഗോട്ട് വരെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയുടെ ഈ ഒരു പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിജയുടെ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ, അതേപോലെ തന്നെ ചില നഷ്ടങ്ങളെക്കുറിച്ചാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. വിജയുടെ തുടക്കകാലത്തെ സിനിമകളൊക്കെ സംവിധാനം ചെയ്തത് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ തന്നെയാണ്. ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടു, പക്ഷേ എങ്കിലും വിജയനെ വെച്ച് തന്നെ അച്ഛൻ സിനിമകൾ ചെയ്തു, ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. അങ്ങനെ പോകുന്നൊരു സമയത്താണ് വിജയുടെ കുറച്ച് സിനിമകളൊക്കെ പുറത്തുള്ള സംവിധായകരുടെ സിനിമകളൊക്കെ വിജയിച്ചു തുടങ്ങിയ സമയത്ത് എസ് എ ചന്ദ്രശേഖർ വിജയിനെയും വിജയകാന്തിനെയും വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തു. അതായിരുന്നു പെരിയണ്ണ. എന്നാൽ ആ സമയത്ത് വിജയ് വേറെ കുറേ സിനിമകളുടെ തിരക്കായ കാരണം വിജയ്ക്ക് ചെയ്യാൻ പറ്റാതെ എസ് എ ചന്ദ്രശേഖർ അന്ന് അപ്കമിങ് ആയിരുന്ന സൂര്യയ്ക്ക് റോൾ കൊടുത്തു. അങ്ങനെ സൂര്യയാണ് അതിൽ വിജയകാന്തിൻ്റെ ഒപ്പം അഭിനയിച്ചത്. ആ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി. അങ്ങനെ വിജയ് കാരണം സൂര്യയ്ക്കൊരു ഹിറ്റ് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, ഉള്ളത്തെ എള്ളിത്ത. ആ സിനിമയുടെ പേര് പറഞ്ഞേക്കാട്ടും അതിലൊരു പാട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അഴകിയ ലൈല. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയിലൊക്കെ ആ പാട്ട് വീണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കാർത്തിക്കും രംഭയായിരുന്നു ആ സിനിമയിലെ നായകൻ. ശരിക്കും ആ സിനിമയുടെ തുടക്കം സുന്ദർ സി ആണ് സംവിധായകൻ. നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ അരൺമനൈ പോലത്തെ സിനിമകളുടെയൊക്കെ സംവിധായകനാണ് നടി ഖുഷ്ബുവിൻ്റെ ഭർത്താവാണ്. സുന്ദർ സി ഈ സിനിമ ആദ്യം ആലോചിച്ചപ്പോൾ നായകനായിട്ട് വിജയനെയായിരുന്നു. പക്ഷേ വിജയ്ക്ക് ഇതേപോലെ തന്നെ ഡേറ്റിൻ്റെ ചില ക്ലാഷ് വന്നു. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് വിജയനെക്കാട്ടും സീനിയറായിട്ടുള്ള അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറിനെയാണ് കാർത്തിക്കിൻ്റെ അടുത്ത സിനിമ എത്തി. പടം ഭയങ്കര സൂപ്പർ ഹിറ്റായി. നമ്മളിപ്പോൾ നേരെ പെരിയണ്ണയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പെരിയണ്ണ വിജയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൂര്യ ചെയ്ത് ഹിറ്റായി. അതുപോലെ തന്നെ സൂര്യയുടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 സിനിമകളുണ്ട്. അതിലൊന്നായിരുന്നു ഉന്നേ നിന്നേത്ത്. നമുക്കറിയാം പാട്ടുകളൊക്കെ ഇന്ന് ഭയങ്കര ഹിറ്റാണ്. ആ സിനിമ ശരിക്ക് വിജയിനെയും ലൈലേനെയും വെച്ച് ഷൂട്ട് തുടങ്ങിയതാണ്. പക്ഷേ എന്തോ ചില കാരണങ്ങളുണ്ട് വിജയ് കുറച്ച് 2-3 ദിവസം അഭിനയിച്ച ശേഷം വിജയ സിനിമയിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് മുൻനിരയിലേക്ക് വന്നിരുന്ന നടനായ സൂര്യയിലേക്ക് റോളെത്തി. സൂര്യ ഇത് ചെയ്തു, പടം ഭയങ്കര സൂപ്പർ ഹിറ്റായി. അതേപോലെ മറ്റൊരു സിനിമ, ആ സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടത് കാക്കയാണ്. കാക്ക ശരിക്കും വിജയ് റിജക്റ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗൗതം മേനോൻ ആദ്യം മിന്നലെ കഴിഞ്ഞിട്ടാണ് കാക്കയിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമ പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ അന്നത്തെ ഒരു പോലീസ് റോളാണ്. അപ്പോൾ സൂര്യനൊന്നും അങ്ങനെ ഒരു പോലീസ് റോളായിട്ട് അന്ന് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് ശരിക്കും ആദ്യം ശരത് കുമാർ, അതേപോലെ തന്നെ അജിത്ത്, ഇവരെ 2 പേരൊക്കെയായിരുന്നു ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ അത് നടന്നില്ല. പിന്നെ വിക്രമിലേക്ക് എത്തി. ഇപ്പോൾ വിക്രം വന്ന് ജെമിനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷേ വിക്രമിന് ആ സമയത്ത് ഡേറ്റിൻ്റെ പ്രശ്നമാണോ അതോ വിക്രം ആ സമയത്ത് പോലീസ് വേഷം ഉടനെ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. വിക്രമും ചെയ്തില്ല. പിന്നെ മാധവനിലേക്ക് പോയി. മിന്നലയിലെ നായകൻ മാധവനായിരുന്നു. ഈ സമയത്ത് വിജയുടെ അടുത്തും അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ വിജയ് അന്ന് ഇതേപോലെ നമുക്കറിയാം പോലീസ് വേഷമൊന്നും അല്ല വിജയ് ചെയ്യുന്നത്. വിജയ് അന്ന് ഷാജഹാൻ പോലത്തെ സിനിമകളും അല്ലെങ്കിൽ തിരുമല പോലത്തെ സിനിമകളൊക്കെയാണ് അന്ന് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ വിജയും ഇതേപോലെ ചെയ്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നായികയായിട്ട് ജ്യോതികയെ ആദ്യം ഫിക്സ് ചെയ്തിരുന്നു. പിന്നീട് ജ്യോതികയുടെ തന്നെ ചില സിനിമകൾ നായകനായിട്ട് അഭിനയിച്ചിരുന്ന ഈ പറയുന്ന പോലെ ഉന്നേ നിന്നേത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സൂര്യനെ അപ്രോച്ച് ചെയ്തു. സൂര്യ സിനിമ ചെയ്തു. സൂര്യയുടെ കരിയറിലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് തന്നെയായിരുന്നു ആ ഒരു സിനിമ. ഏകദേശം ഒരു 97-98 കാലമൊക്കെ എത്തി. ഇപ്പോൾ വിജയ് ഒരു നായകൻ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ ഒരു ഹിറ്റ് മേക്കർ ശങ്കർ, അന്നത്തെയും ഇന്നത്തെയും എന്ന് തന്നെ പറയാം, ഹിറ്റ് മേക്കറാണ് ശങ്കർ അന്ന് ഒരു സിനിമ പ്ലാൻ ചെയ്തു, ഒരു പൊളിറ്റിക്കൽ സിനിമ. അപ്പോൾ അതേപോലെ വിജയിനെ അപ്രോച്ച് ചെയ്തു. പക്ഷേ വിജയ്ക്ക് പൊളിറ്റിക്കൽ സിനിമയോട് അന്നൊരു താല്പര്യമില്ലായ്മ. ഇനി വിജയ് പറഞ്ഞു ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല, നമുക്ക് വേറൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ശങ്കർ അന്നത് അർജുനെ വെച്ച് ചെയ്തു. അത് ഭയങ്കര ഹിറ്റായി. അതാണ് മുതൽവൻ. ഇതേപോലെ വിജയുടെ ഒപ്പം ഏകദേശം ഒരേ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനായിരുന്നു പ്രശാന്ത്. ഇതേപോലെ പ്രശാന്ത് ചെയ്തൊരു സിനിമ ജോഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ജോഡിയും വിജയുടെ അടുത്ത് എത്തിയ സ്ക്രിപ്റ്റായിരുന്നു. പക്ഷേ വിജയ് ചെയ്തില്ല. അങ്ങനെ ആ സിനിമ ചെയ്തത് പ്രശാന്താണ്. പിന്നെ വിജയുടെ പോലെ തന്നെ നമുക്കിഷ്ടമുള്ള തല അജിത്തിനെ തലയാക്കിയ സിനിമയുണ്ട് ദീന. നമ്മുടെ AR മുരുകദാസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് മുരുകദാസ് ആദ്യം ആലോചിച്ചിരുന്നത് വിജയിനെയാണ്. പക്ഷേ വിജയ്ക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അജിത്ത് ചെയ്തു. പടം ഭയങ്കര ഹിറ്റായി. നമുക്കറിയാം അജിത്തിനെ തല എന്ന് വിളിച്ചു തുടങ്ങിയത് ആ സിനിമയ്ക്ക് ശേഷമാണ്.
ഏകദേശം കരിയറിലെ കുറച്ച് സിനിമകളൊക്കെ ഫ്ലോപ്പായി നിൽക്കുന്ന സമയത്താണ് വിജയ്ക്ക് 2003 തിരുമലൈ വരുന്നത്. തിരുമലയ്ക്ക് ശേഷം പിന്നെ നമുക്കറിയാം വിജയുടെ ഗില്ലി, തിരുപ്പാച്ചിയൊക്കെ പോലത്തെ കുറേ ഹിറ്റ് സിനിമകൾ സംഭവിച്ചു. ഇതിൽ ഈ ഒരു ഹിറ്റ് സിനിമകളുടെ ഇടയ്ക്ക് വിജയ്ക്ക് വന്ന ഒരു സിനിമയായിരുന്നു സണ്ടക്കോഴി. നമുക്കത് വിശാലാണ് ആ റോള് ചെയ്തത്. വിശാലിൻ്റെ 3ാമത്തെയോ 4ാമത്തെ സിനിമയാണ്. ശരിക്കും സണ്ടക്കോഴി അന്ന് വിജയനെ അപ്രോച്ച് ചെയ്തതാണ്. ലിങ്കുസ്വാമി ആയിരുന്നു സംവിധായകൻ. പക്ഷെ ആ സിനിമ ശരിക്കും ഒരു വിജയുടെ ഒക്കെ ഒരു ഫോർമാറ്റിലുള്ള സിനിമ തന്നെയാണ്. പക്ഷേ വിജയ് അന്ന് അത് നായകനോളം തന്നെ ഒരു പ്രാധാന്യം നായകൻ്റെ അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു വിജയ് എന്നൊരു സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്നതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് നായകന് വേണം എന്നുള്ളതുകൊണ്ട് വിജയ റോൾ റിജക്റ്റ് ചെയ്തു. പക്ഷേ നമുക്ക് സിനിമ കാണുമ്പോൾ പറയാം അത് വിശാലിൻ്റെ പോലത്തെ ഒരു അപ്കമിങ് ആക്ടർക്ക് പറ്റിയ റോള് തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സണ്ടക്കോഴി അത് വിജയുടെ തീരുമാനം കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ വിജയ് ചെയ്തിരുന്നെങ്കിൽ വിജയ് ഫാൻസിന് ചിലപ്പോൾ അത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ ആ സിനിമ വിശാൽ ചെയ്തു, പടം സൂപ്പർ ഹിറ്റായി. വിക്രമിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ആ സമയത്ത് ഏറ്റവും വലിയൊരു ഹിറ്റാണ് ധൂള്. നമ്മൾ ജെമിനി കഴിഞ്ഞിട്ട് വിക്രം ചെയ്ത സിനിമയാണ്. ശരിക്കും ധൂൾ ആദ്യം പ്ലാൻ ചെയ്തത് വിജയിനെ വെച്ചായിരുന്നു. പക്ഷേ വിജയ്ക്ക് അന്ന് ഡേറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ അങ്ങനെ വിജയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ സിനിമ വിക്രം ചെയ്തു. എനിക്കൂടെ അതുവരെ വിക്രം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവി ചെയ്തിട്ടില്ല. അത് ചെയ്തു, പടം ഭയങ്കര ഹിറ്റായി. ഇതൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞ തുടക്കകാലത്ത് വിജയുടെ സിനിമയാണ്. തുടക്കകാലത്ത് 90s-ലും 2000-ലൊക്കെ. 2010-ന് ശേഷം, അതായത് ഒരു റീസെൻ്റ് ആയിട്ടെന്ന് പറയാം, കഴിഞ്ഞ ഒരു 15 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ വിജയുടെ മനസ്സിൽ കരുതിയിട്ട് അല്ലെങ്കിൽ വിജയുടെ അടുത്ത് ആദ്യം വിജയനെ അപ്രോച്ച് ചെയ്തിരുന്ന കുറച്ച് സിനിമകളുണ്ടായിരുന്നു. അതിലൊന്നാണ് അനേകൻ. നമുക്കറിയാം ധനുഷിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു പലതരം വേഷങ്ങളിലാണ് ധനുഷ് ആ സിനിമയിൽ വരുന്നത്. ആ സിനിമ വിജയനെ വെച്ച് പ്ലാൻ ചെയ്തതാണ്. KV ആനന്ദ് ഹിറ്റ് ഡയറക്ടറാണ്. പക്ഷേ വിജയ് കാരണം നമുക്കറിയാം വിജയുടെ ഒരു പാറ്റേണിലുള്ള സിനിമയല്ലാത്തതുകൊണ്ട് വിജയുടെ ഒരു സെൻസ് തന്നെയായിരിക്കും. വിജയ് പറഞ്ഞത് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് ധനുഷിൻ്റെ അടുത്തെത്തി. ധനുഷ് നന്നായി ആ സിനിമ ചെയ്തു. ഇതേപോലെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അത് എത്രത്തോളം സത്യമെന്ന് അറിയില്ല, കേട്ടിട്ടുള്ള കാര്യമാണ് സിംഗം ആദ്യം ഡയറക്ടർ ഹരി വിജയായിരുന്നു മനസ്സിലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അത് സൂര്യ അല്ലാതെ നമുക്ക് ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം സൂര്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഗം 1 ഉം 2 ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അത് വേറെ പല ഭാഷകളിലേക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ തന്നെ ശരിക്കും ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. സൂര്യയുടെ സൂപ്പർ സ്റ്റാറാണ് എങ്കിലും പോലും കുറച്ചും കൂടി ഒരു വേറെ ലെവലിൽ സൂര്യ എത്തിയ സിനിമയായിരുന്നു സിംഗം. അത് വിജയിനെ വെച്ച് പ്ലാൻ ചെയ്താന്ന് കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ അത് പിന്നെ സൂര്യയിലേക്ക് എത്തി, അത് സൂപ്പർ ഹിറ്റായി. നമ്മളപ്പോൾ ഇത്ര നേരം പറഞ്ഞത് വിജയുടെ നഷ്ടങ്ങൾ, അതായത് വിജയ്ക്ക് ചെയ്യാൻ പറ്റാതെ പോയ സിനിമകളും കഥാപാത്രങ്ങളെയും കുറിച്ചാണ്. ഇനി ഇതുപോലെ വേറെ പല നടന്മാരെയും മനസ്സിൽ കരുതി സംവിധായകർ ഒരുക്കിയ ചില സിനിമകൾ അവർക്ക് ചെയ്യാൻ പറ്റാതെ വന്ന് അത് വിജയിലേക്ക് എത്തി വിജയുടെ കരിയറിൽ വളരെയധികം ഗുണം ചെയ്ത കുറച്ച് സിനിമകളുണ്ട്. നമുക്ക് ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 97 പൊങ്കലിന് റിലീസ് ചെയ്തൊരു സിനിമയാണ് കാലമെല്ലാം കാത്തിരിപ്പേൻ. ആ സിനിമ ശരിക്ക് അന്നത്തെ ഒരു സ്റ്റാറായിരുന്ന മുരളി, അദ്ദേഹം മരിച്ചുപോയി. നമുക്കറിയാം ഇപ്പോൾ യുവതലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയം അഥർവ മുരളിയുടെ അച്ഛനായിട്ടാണ്. മുരളിയെ മനസ്സിൽ കരുതി സംവിധായകൻ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. പക്ഷെ അന്ന് മുരളിയുടെ ഡേറ്റ് കിട്ടിയില്ല. അങ്ങനെ അത് വിജയിലേക്ക് എത്തി. ആ സിനിമ അന്ന് അതിനോടൊപ്പം, അതായത് അന്ന് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇരുവറും മിൻസാരകനുമൊക്കെയാണ്. ആ 2 സിനിമകളുടെയും ഒപ്പം ഇറങ്ങി ഈ സിനിമ ഹിറ്റായി. വിജയുടെ കരിയറിൽ ഒരു ഹിറ്റ് കിട്ടി. ഇതേപോലെ തന്നെ ഒരു സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ലവ് ടുഡേ. അതിലെ സോങ്സൊക്കെ ഭയങ്കര ഹിറ്റാണ്. ലവ് ടുഡേ ആദ്യം അജിത്തിനെ വെച്ച് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ അജിത്തിന് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ റോള് വിജയ്ക്കിലെത്തി. അങ്ങനെ വിജയ്ക്കൊരു ഹിറ്റ് കിട്ടി. പിന്നെ വിജയുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഫാസിൽ സംവിധാനം ചെയ്ത അനീതി പ്രവൻ്റെ റീമേക്കായ കാതലിക്ക് മര്യാദ. ആ ഒരു സിനിമയിലൂടെയാണ് ശരിക്കും വിജയ് നായകൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതും കോടികൾ റെമ്യൂണറേഷൻ വാങ്ങാൻ ആ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തിയത്. ശരിക്കും ഈ സിനിമ ആദ്യം വിജയ് അല്ലായിരുന്നു. അതായത് അനീതിപ്രാവ് ഇവിടെ സൂപ്പർ ഹിറ്റായ ശേഷം ഫാസിൽ തമിഴിൽ പോയിട്ട് ആദ്യം അപ്രോച്ച് ചെയ്തത് അന്നത്തെ അപ്കമിങ് സ്റ്റാറായ അബ്ബാസ് ആണ്. അബ്ബാസ് അന്ന് കാതൽ ദേശമൊക്കെ ഇറങ്ങി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അബ്ബാസിനെയാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അന്ന് അബ്ബാസിന് അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വിജയിലേക്ക് എത്തി. ആ സിനിമ വിജയ്ക്ക് ആദ്യമായിട്ട് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി. കേരളത്തിൽ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുത്ത സിനിമയായിരുന്നു തുള്ളാതെ മനവും തുള്ളും. അതിവിടെ 150 ദിവസമൊക്കെ കേരളത്തിൽ തന്നെ ഓടിയിട്ടുള്ള സിനിമയാണ്. ഈ തുള്ളാതെ മനവും തുള്ളും സിനിമയുടെ ആദ്യത്തെ കാസ്റ്റ് നിങ്ങൾക്ക് കേട്ടാൽ ചിലപ്പോൾ ചിരി വരും. ശരിക്കും അത് വടിവേലുവിനെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഈ സംവിധായകൻ്റെ മനസ്സിൽ ഇന്ന് നമ്മൾ കാണുന്ന തുള്ളാതെ മനവും തുള്ളും അല്ല, അതൊരു വടിവേലുവിനെ വെച്ചിട്ടുള്ള
വേറൊരു ജോണറിലുള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ അത് എഴുതിയൊക്കെ വന്ന് ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തീരുമാനമായി വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു സിനിമയല്ല. ഒരു വടിവേലു ചെയ്യണം. വടിവേലു അന്ന് പക്ക തിരക്കേറിയ കൊമേഡിയനാണ്. പക്ഷേ വടിവേലു ചെയ്യേണ്ട ഒരു സിനിമയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നാൽ അതൊരു നായക നിരയിലുള്ള ഒരാളെ തന്നെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞ് അന്ന് മുരളീനെയും ആലോചിച്ചിരുന്നു. പക്ഷെ പിന്നെ അത് കറങ്ങിത്തെറിഞ്ഞാണ് വിജയിലേക്ക് എത്തിയത്. അത് വിജയുടെ കരിയറിലെ ഈ പറഞ്ഞ പോലെ കരിയറിൽ ഒരു വലിയൊരു ബ്രേക്ക് തന്നെ ആയിട്ടുള്ളതാണ് മനമുന്തുള്ളൂ. അതേപോലെ വിജയുടെ ഹിറ്റ് 2 സിനിമകളാണ് ഷാജഹാനും പിന്നെ ഗില്ലി. നമുക്കറിയാം ഷാജഹാൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വിജയിനെ അവിടെ അംഗീകരിച്ചൊരു സിനിമയാണ്. ശരിക്കും ഷാജഹാൻ ആ സ്ക്രിപ്റ്റ് ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ വിക്രമായിരുന്നു സംവിധായകൻ്റെ മനസ്സിൽ. അതിൻ്റെ ഒരു എഴുത്തൊക്കെ നടക്കുമ്പോൾ പിന്നെ എഴുതി വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് വിജയിലേക്ക് എത്തി. എനിക്കൊന്ന് വിക്രമിൻ്റെ തിരക്ക് കാരണമാണോ അതോ എന്താണെന്നറിയില്ല. എന്തായാലും വിക്രം അത് ചെയ്തില്ല, പകരം ചെയ്തത് വിജയാണ്. ഷാജഹാൻ സൂപ്പർ ഹിറ്റായി. ഇതേപോലെ തന്നെ വിക്രമിൻ്റെ തിരക്ക് കാരണം വിക്രമിന് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയുണ്ട്. അതായത് ഇത് ധൂളൊക്കെ കഴിഞ്ഞ് അതേ ഒരു കോംബോ ഡയറക്ടർ പ്ലാൻ ചെയ്തതാണ്. അതായത് വിക്രം, ജ്യോതിക ഇവർ രണ്ടുപേരും വെച്ച് പ്ലാൻ ചെയ്തൊരു സിനിമയായിരുന്നു. പക്ഷേ ജ്യോതികയുടെ ഡേറ്റ് കിട്ടിയില്ല, വിക്രമിൻ്റെ ഡേറ്റ് കിട്ടിയില്ല. വിക്രം എന്ന് എനിക്ക് തോന്നുന്നു അന്യൻ്റെ ഒക്കെ തിരക്കാണെന്ന് തോന്നുന്നു. ആ സമയത്ത് വിക്രമിന് ചെയ്യാൻ പറ്റില്ല, വിജയിലേക്ക് എത്തി. ആ സിനിമയായിരുന്നു വിജയുടെ അതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ സിനിമ. അതാണ് ഗില്ലി. ഇപ്പോൾ വിജയുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ഗോട്ട്. അതാണ് ഇപ്പോൾ അവസാനം തിയേറ്ററിൽ റിലീസായ സിനിമ. ഈ ഗോട്ട് വെങ്കടപ്രഭു വിജയ് ആദ്യമായിട്ട് ഒന്നിച്ച സിനിമയാണ്. ശരിക്കും ആ സിനിമ നമുക്കറിയാം വിജയ് അച്ഛനും മകനെയും ഡബിൾ റോളാണ് ചെയ്തത്. ശരിക്കും അതൊരു ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് വെങ്കടപ്രഭുവിൻ്റെ മനസ്സിൽ അന്ന് വെങ്കടപ്രഭു പ്ലാൻ ചെയ്തത് രജനീകാന്തിനെയും ധനുഷിനെയും വെച്ച് ചെയ്യാനായിരുന്നു. അതായത് അച്ഛൻ മകൻ എന്ന രീതിയിൽ രജനീകാന്ത് ധനുഷ്. അന്ന് വെങ്കടപ്രഭു അതിന് വേണ്ടി കുറേ ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ രണ്ടുപേരുടെയും ഡേറ്റും കാര്യങ്ങളൊക്കെ ഒത്തുവരാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെ സിനിമ സംഭവിച്ചില്ല. പിന്നെ വർഷങ്ങൾ വെങ്കടപ്രഭു വേറെ സിനിമകളൊക്കെ ചെയ്തു, വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും വിജയായിട്ട് ഒരു സിനിമ ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞു, വിജയ് ഓക്കെ പറഞ്ഞു. അങ്ങനെ വിജയുടെ കരിയറിൽ വേറൊരു ഹിറ്റ് അങ്ങനെ ഗോട്ട് സംഭവിച്ചു. അപ്പോൾ വിജയുടെ സിനിമകളെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ എന്തായാലും വിജയുടെ പിറന്നാൾ പ്രമാണിച്ച് അവിടെ ആഘോഷങ്ങളാണ്, തമിഴ്നാട്ടിൽ ഫാൻസും അല്ലാത്ത ആളുകളും ഒക്കെ. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വിജയ് ഫാൻ അല്ല എന്ന് പറയുന്ന ആളുകൾ, അതായത് മറ്റ് താരങ്ങളുടെ ആരാധകരെന്ന് പറയുന്നവർ പോലും വിജയുടെ സിനിമകൾ കാണുന്നുണ്ട്, വിജയനെ അംഗീകരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ വിജയനെ കുറ്റം പറഞ്ഞാൽ പോലും വിജയുടെ സിനിമകൾ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ. അതിപ്പോൾ നെഗറ്റീവ് ഒപ്പീനിയൻ വന്നാൽ പോലും ഇപ്പോൾ തമാശ രൂപേണ അവിടുത്തെ ചില തിയേറ്റർ ഒരു അസോസിയേഷനിലൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിജയുടെ സിനിമ പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ അതൊരു ഇൻഡസ്ട്രി ഹിറ്റാവും. വിജയുടെ സിനിമ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർ ഹിറ്റാണ്. വിജയുടെ സിനിമ പോരാ എന്നാണ് ഒപ്പീനിയൻ വന്നാൽ അത് ഹിറ്റാണ്. അതായത് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. കാരണം അതിൻ്റേതായ ഓഡിയൻസ് വിജയ്ക്ക് ഉണ്ട്. ഇനിയിപ്പം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവസാനം റിലീസാകാൻ പോകുന്ന ജനനായകനാണ്. അത് അടുത്ത വർഷം പൊങ്കലിനാണ് റിലീസ്. ഇപ്പോൾ ജനനായകനും എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഹിറ്റിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.